നമസ്കാരം. ഈ ടീം വെള്ളത്തിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ ലഭിച്ച നേട്ടം കൈവിട്ടുകൊണ്ട് നഷ്ടത്തിലാണ് വിപണി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 25,150 നിലവാരത്തിലേക്കും താഴെയെത്തി. ഇത് പ്രധാനപ്പെട്ട എല്ലാ സെക്ടറുകളും നഷ്ടത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. ഇന്നത്തെ ഒരു അപ്രതീക്ഷിത തിരിച്ചടിക്കുള്ള കാരണങ്ങൾ എന്തൊക്കെ, US ചൈന വ്യാപാര യുദ്ധം മുറുകുമോ, ബുധനാഴ്ച വിപണിയുടെ സാധ്യതകൾ എന്തൊക്കെ, നിഫ്റ്റിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെ, ഇത്തരം ഘടകങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായും പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വിപണിയുടെ ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ച ഒരു നോട്ടബിൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെ ലഭിച്ചിരുന്നു. അതൊരു ഇനീഷ്യലായിട്ട് നമുക്കൊരു ഒപ്റ്റിമിസം, ഒരു ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണത് വിപണിയിലെ നീക്കം പ്രകടമായത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കുതിപ്പ് മങ്ങുന്നത് നമ്മൾ കണ്ടു. ഒരു ഉയർന്ന നിലവാരങ്ങളിലേക്ക് മുന്നേറാനുള്ള ശ്രമം, 25,300 നിലവാരം മറികടന്ന് നിഫ്റ്റി മുന്നേറാനുള്ള ശ്രമത്തിനിടയിൽ ആ ഒരു സെല്ലിംഗ് പ്രഷർ പതുക്കെ രൂപപ്പെടുന്നത് കണ്ടു. തുടർന്ന് വളരെ ഷാർപ്പായിട്ടുള്ളൊരു ഇൻട്രാഡേ ഡിക്ലൈനാണ്, ഒരു ഇൻട്രാഡേ വീക്ക്നെസ് നമ്മൾ കണ്ടു. ഒരു ഒറ്റയടിക്ക് 250ഓളം പോയിന്റാണ് ഒരു NSE സൂചിക നിഫ്റ്റിയിൽ ഉണ്ടായത്. അതിനുശേഷം ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള റിക്കവറി വിപണിയിൽ കാണാനായി അതിന് മുന്നേ തന്നെ ഒരു 26,60 എന്നുള്ള ഒരു ഇൻട്രാഡേ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള റിക്കവറി വിപണിയിൽ കാണാനായത്. അങ്ങനെ ഒരു 100ഓളം പോയിന്റുള്ള റിക്കവറി നടത്തി നോക്കുകയാണെങ്കിൽ, അതായത് ഇന്നത്തെ ഒരു സെക്കൻഡ് ഹാഫിൽ നോക്കുമ്പോൾ ഒരു മോഡസ്റ്റ് ആയിട്ട് റിക്കവറി നടത്തിയത് കൊണ്ടാണ് 25,145 എന്ന നിലവാരത്തിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. അത് 81 പോയിന്റ് ഡൗൺ, അല്ലെങ്കിൽ 0.5% ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തി. സമാന ബീസിനും വിക്കി സൂചികയായ സെൻസെക്സ് ആകട്ടെ 297 പോയിന്റ്, അല്ലെങ്കിൽ 0.36% നഷ്ടം രേഖപ്പെടുത്തി 82,030 എന്ന നിലവാരത്തിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി. അപ്പോൾ ഇന്ന് തിരിച്ചടിക്കുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായും 4 ഫാക്ടേഴ്സാണ് നമുക്ക് കണ്ടെത്താനാവുക. ഇതിൽ ഒന്നെന്ന് പറയുന്നൊരു വീക്ക് ഗ്ലോബൽ ക്യൂസ് തന്നെയാണ്. ആഗോള ഘടകങ്ങൾ പ്രതികൂലമായതാണ്. ഇത് പ്രധാനമായും US-ഉം ചൈനയും തമ്മിലുള്ള ഒരു ട്രേഡ് വാറിൽ ആ ഒരു സംഘർഷം എസ്കലേറ്റ് ചെയ്യുന്ന ചില നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നും US-ന്റെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായതാണ് പ്രധാനമായിട്ടും കാണാനാകുക. ഇത് വന്നതിനെ തുടർന്ന് US ഫ്യൂച്ചേഴ്സ് 1.1% വരെയുള്ള ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും US ഫ്യൂച്ചേഴ്സ് 1%-ലുള്ള ഡൗണിൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ഇന്ന് US, അതായത് ഷിപ്പിംഗ് ഫേംസിന് അധികമായിട്ടുള്ളൊരു തുറമുഖങ്ങളിൽ നൽകേണ്ട ഫീസ് 2 രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് കൺസ്യൂമർ ഗുഡ്സ് മുതൽ ക്രൂഡ് ഓയിൽ വരെയുള്ള ഒരുമാതിരിപ്പെട്ട രീതിയിൽ കവർ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകൾക്കും അത് ക്യാരി ചെയ്യുന്ന, അല്ലെങ്കിൽ അത് കാർഗോ ഷിപ്പുകൾക്കെല്ലാം തുറമുഖങ്ങളിൽ വരുമ്പോൾ കൈകാര്യം ചെയ്യുന്ന ഫീസ് 2 രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ അധിക ഇറക്കുനികുതി ചുമത്തിയതിന് പുറമെ അടുത്തൊരു ഘട്ടം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രീതിയിൽ അടുക്കി തിരിച്ചടി എന്നുള്ള രീതിയിൽ ഓരോ നടപടികൾ എടുക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ 2 സാമ്പത്തിക ശക്തിയിലാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു വ്യാപാര യുദ്ധം കണക്കെയുള്ള ഒരു ഏറ്റുമുട്ടൽ നല്ലതല്ല. അപ്പം കഴിഞ്ഞ ആഴ്ചയിൽ വെള്ളിയാഴ്ച അമേരിക്കയുടെ ചൈനയുടെ ഭാഗത്ത് നിന്ന് റെയർ എർത്ത്, അല്ല അപൂർവ ധാതുക്കളുടെ കയറ്റുമതി പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന രീതിയിലുള്ള ഉത്തരവ് വന്നപ്പോഴാണ് അതിന് തിരിച്ചടി എന്നുള്ളതും. ചൈനയിൽ നിന്നും US-ലേക്ക് ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 100% അധിക നികുതി ചുമത്തിയത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കമൻറ്റ് കൊണ്ടാണ് തിങ്കളാഴ്ച നമുക്കൊരു ഒരു റിക്കവറി കാണാനായത്. ചൈനയുമുള്ള കാര്യങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ളൊരു സൂചന നൽകുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഞായറാഴ്ച എത്തിയതുകൊണ്ടാണ് മാർക്കറ്റിൽ ആ ഒരു റിക്കവറി നമുക്ക് കഴിഞ്ഞ ദിവസം കാണാനായത്. പക്ഷേ അതിനുശേഷം വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് എന്നുള്ളൊരു ഗാസയിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ളൊരു പീസ് പാക്റ്റിലോട്ടൊക്കെ എത്തുന്നു. അപ്പോൾ അങ്ങനെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒരു ഭാഗത്ത് കുറഞ്ഞൊരു പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ലോകത്തെ ഏറ്റവും വലിയ 2 സാമ്പത്തിക ശക്തി തമ്മിൽ ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് പോകുന്ന രീതിയിലുള്ള നടപടികൾ ഈ കാർഗോ ഷിപ്പുകൾക്ക് ഉള്ള പോർട്ട് ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നീക്കം വന്നിരിക്കുന്നത്. അപ്പോൾ അത് മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ വീക്ക്ലി എക്സ്പയറിയാണ്. NSEയുടെ വീക്ക്ലി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വീക്ക്ലി ഓപ്ഷൻസ് എക്സ്പയറി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വീക്ക്ലി എക്സ്പയറി വരുമ്പോൾ ഉള്ളൊരു വോളറ്റിലിറ്റി അത് മാർക്കറ്റിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ ഒരു മൂന്നാമതൊരു ഘടകം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അപ്പം ഉയർന്ന നിലവാരങ്ങളിലേക്ക് മാർക്കറ്റ് വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്കും വോൾട്ടൈൽ ആയപ്പോഴത്തേക്കും പ്രോഫിറ്റിൽ നിൽക്കുന്ന ഒരു ഭാഗം, കഴിഞ്ഞ റീസെൻറ്റ് റാലിയിലുള്ള പ്രോഫിറ്റിൽ നിൽക്കുന്ന ഒരു നിക്ഷേപർ ഒരു ഭാഗം പ്രോഫിറ്റ് ബുക്കിന് തുനിഞ്ഞതും വിപണിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. നാലാമതായിട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലേക്ക് ഒരു ബൈങ് സൈഡിലായിട്ട് വന്ന FIs വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ. പക്ഷേ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആദ്യം കണ്ട രീതിയിലുള്ളൊരു വലിയ തോതിലുള്ള സെല്ലിംഗ് അല്ലെങ്കിൽ പോലും FIs വീണ്ടും ഒരു 1000, ഇന്നിപ്പോൾ NSEയിലെ ക്യാഷ് സെഗ്മെൻറ്റിലെ ഡാറ്റ നോക്കുകയാണെങ്കിൽ 1,056 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ FI സെല്ലിംഗ് വീണ്ടും വന്നതും മാർക്കറ്റിന് ആ റിക്കവറിക്ക് ഒരു തടസ്സമായി നിൽക്കുന്നുണ്ട്. പ്രധാനമായും US ചൈന തമ്മിലുള്ള വ്യാപാരം മുറുകുന്ന രീതിയിലുള്ള ആ കാർഗോ ഷിപ്പുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസ്, 2 F&A എക്സ്പയറി, പ്രോഫിറ്റ് ബുക്കിംഗ്, FI സെല്ലിംഗ്, 4 ഫാക്ടേഴ്സാണ് വിപണിയിൽ നിന്നൊരു തിരിച്ചടികൾ പ്രധാനമായും കാരണമായിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ
പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബ്രെഡ്ത്ത് നോക്കുകയാണെങ്കിൽ വീക്കായിരുന്നു നമുക്ക് കാണാം. ഇപ്പോൾ NSE നിന്ന് 3197 ഓഹരികളാണ് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടത്. ഇതിൽ 836 ഓഹരികൾ മാത്രമാണ് നേട്ടം രേഖപ്പെടുത്തിയത്. നഷ്ടം രേഖപ്പെടുത്തിയത് 2266, അൺചേഞ്ച്ഡ് ആയിട്ട് 95. അതായത് ഒരു ഓഹരി നേട്ടം രേഖപ്പെടുത്തുമ്പോൾ മറുവശത്ത് 3 ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തുന്നു എന്നുള്ള, ഏകദേശം 3 ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലാണ് ഇത് ഡാറ്റ കാണാനാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ബ്രെഡ്ത്ത് ഒരു വീക്കായിരുന്നു നമുക്ക് കാണാം. അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് റേഷ്യോ ബേഴ്സിന് ഫേവർ ആയിരുന്നത് കാണാം. 52 വീക്ക് ഹൈ രേഖപ്പെടുത്തിയത് ഒരു വർഷത്തെ കാലയളവിൽ ഉയർന്ന വില നിലവാരം രേഖപ്പെടുത്തിയ 90 ഓഹരികളാണ്. മറുവശത്ത് 52 വീക്ക് ലോ, ഒരു വർഷത്തെ താഴെ നിലവാരം രേഖപ്പെടുത്തിയ 115 ഓഹരികളാണ്. 67 ഓഹരികൾ അപ്പർ സർക്യൂട്ടിൽ ക്ലോസ് ചെയ്തു, 73 ഓഹരികൾ ലോവർ സർക്യൂട്ടിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് ബ്രെഡ്ത്ത് ഒരു വീക്കായിരുന്നു നമുക്ക് ഇതിൽ നിന്ന് കാണാം. ഇനി ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 500 സൂചിക 0.5% നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റിയിൽ 500 അല്ലെങ്കിൽ 500 ഓഹരികൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുമ്പോൾ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന 500 ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ 110 ഓഹരികൾ മാത്രമാണെന്ന് നേട്ടം രേഖപ്പെടുത്തിയത്. ബാക്കി 390 ഓഹരികളും നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സിന് അല്ല അടിസ്ഥാന ഓഹരി സൂചികളെക്കാട്ടും ശക്തമായിട്ടുള്ളൊരു വിൽപ്പന സമ്മർദ്ദം ഇവിടെ നമുക്ക് കാണാം, ബ്രോഡർ മാർക്കറ്റിൽ കാണാനാകും. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിലും 3.4% നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 1% നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ വിക്സ് സൂചികയിൽ ഇന്ന് ഒരു 1.5% വർധന രേഖപ്പെടുത്തിയിരുന്നു. 11.16 ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 10% ഒരു ജമ്പ് ഇന്ത്യ വിക്സിനുണ്ടായാലും ഇന്ന് 1% ഉണ്ടായിട്ടുള്ളൂ. അതൊരു ഒരു ആശ്വാസം നൽകുന്നൊരു ഘടകം തന്നെയാണ്. ഇനി സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബ്രോഡ്ലി നെഗറ്റീവ് ആയിരുന്നു പറയാം. എല്ലാ സെക്ടറുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇതിൽ നിഫ്റ്റി PSU ബാങ്ക് സൂചികയാണ് 1.5% നഷ്ടം രേഖപ്പെടുത്തിയുണ്ട്. നഷ്ടക്കണക്കിൽ മുന്നിലുള്ളത് നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി റിയാലിറ്റി ഫാർമ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സെക്ടറൽ ഇൻഡസ്ട്രികളും താരതമ്യേനയുള്ളൊരു ഉയർന്ന നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വിപണിയിൽ ഇനി എന്തായാലും ബുധനാഴ്ച സാധ്യത നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഇന്നത്തെ ഒരു ചൊവ്വാഴ്ചത്തെ ഒരു ട്രേഡിംഗ് സെഷനിൽ സെക്കൻഡ് ഹാഫിൽ നോക്കുമ്പോൾ ഒരു മോഡസ്റ്റ് റിക്കവറി നമുക്ക് കാണാനാകും. നിഫ്റ്റിയുടെ 20-day EMA 20,028 എന്നുള്ളതാണ്. മീൻസ് അതിനടുത്ത് 20,056 എന്നുള്ള നിലവാരങ്ങളിൽ നിന്നും നിഫ്റ്റി എന്നൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻട്രാഡേ ഡിക്ലൈൻ വളരെ ഷാർപ്പായിട്ടുള്ള ഏകദേശം 250ഓളം പോയിന്റ് ഒറ്റയടിക്ക് വീഴുന്ന ഒരു ഷാർപ്പായിട്ടുള്ള ഇൻട്രാഡേ ഡിക്ലൈനെ പിടിച്ചു നിർത്താൻ ഈ ഒരു നിഫ്റ്റി 200 DMA എന്നുള്ള ഒരു സപ്പോർട്ട് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ശേഷം ഒരു മൈനർ പുൾ ബാക്കിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. വളരെ ശക്തിയുള്ളതൊന്നുമല്ല, പക്ഷേ ഒരു മൈനർ പുൾ ബാക്കിനുള്ള ഒരു ട്രിഗറും ഈ ഒരു സപ്പോർട്ട് സോണിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഡെയിലി ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ബെയറിഷ് ക്യാൻഡിലാണ് കാണാനാവുക. അതിനൊരു ലോവർ ഷാഡോ നമുക്ക് കാണാം. അതൊരു ഇൻട്രാഡേ ബൈയിങ് ഇൻട്രസ്റ്റിനെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ ഓവറോൾ ഒരു സെൻറ്റിമെൻറ്റ്സ് വീക്കാണെന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ഇപ്പം ഇന്നത്തെ നോക്കുകയാണെങ്കിൽ ഇപ്പം ട്യൂസ്ഡേയിലെ നെഗറ്റീവ് ക്യാൻഡിൽ നോക്കുമ്പം അത് മൺഡേയിൽ ഉണ്ടാക്കിയൊരു സ്മോൾ പോസിറ്റീവ് ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിലാണ്. അതും അത്ര ശുഭകരമായിട്ടുള്ളൊരു സൂചനയല്ല. ഇനി RSI നോക്കുകയാണെങ്കിലും ഡെയിലി ചാർട്ടിൽ RSI നോക്കുകയാണെങ്കിലും കറൻറ്റ്ലി കോട്ട് ചെയ്യുന്നത് 55 എന്നുള്ള നിലവാരങ്ങളിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ട്രെൻഡ് നോക്കുമ്പോൾ ലോവർ സൈഡിലോട്ടാണ് പോകുന്നത് കാണാം. അതൊരു മൊമെൻറ്റം മങ്ങുന്നതിൻ്റെ ലക്ഷണം തന്നെയാണ്. മാത്രമല്ല ഒരു കോഷ്യസ് ആയിട്ടുള്ളൊരു സ്റ്റാൻസ് എടുക്കണം, നമ്മൾ ഇച്ചിരി ജാഗ്രത പാലിക്കണം എന്നുള്ള സൂചനയും അതിൽ നിന്ന് വായിച്ചെടുക്കാനാകും. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നാളെ ബുധനാഴ്ചത്തെ വ്യാപാരത്തിൽ നിഫ്റ്റി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിലവാരം എന്ന് പറയുന്നത് 20,040, 25,000 എന്ന് പറയുന്ന അല്ലെങ്കിൽ 20 DMA ഡേ എക്സ്പ്രഷൻ മൂവിങ് ആവറേജ് വരുന്ന ഒരു ഭാഗത്താണ് മെയിനായിട്ടുള്ള ഒരു ക്രൂഷ്യലായിട്ടുള്ള സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 20-day EMA ഉണ്ട്. അതേപോലെ തന്നെ നേരത്തെ റാലിയുടെ 24,587 മുതൽ 27,331 വരെയുള്ള ഒരു പ്രയർ അപ്വേർഡ് റാലിയുടെ 38.2 ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവലും കൂടിയാണ്. അപ്പം 38.2 ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവലും 20-day എക്സ്പ്രഷൻ മൂവിങ് ആവറേജോട് ഒരു കൺവേർ ചെയ്യുന്ന ഒരു സപ്പോർട്ട് സോണാണ് 20,040, 25,000 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രൂഷ്യലായിട്ടുള്ളൊരു സപ്പോർട്ട് സോണാണ്. അപ്പോൾ ഇവിടുന്നും ഒരു ഡിസിസീവായിട്ടൊരു ഫോൾ ഉണ്ടായാൽ 20,000 താഴെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിലാണ് കൂടുതൽ തിരിച്ചടികൾക്ക് സാധ്യത. അങ്ങനെയെങ്കിൽ 24,870 എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലൊരു സപ്പോർട്ട് വരാൻ സാധ്യത. അല്ലെങ്കിൽ ആ ഒരു 24,800 നിലവാരങ്ങളിലേക്ക് നിഫ്റ്റി പിന്തള്ളപ്പെടാനുള്ള സാധ്യതകളുണ്ട്. 24,870 ഒരു 25,000 താഴെ 24,870, 900 എന്നുള്ളൊരു ശക്തമായ സപ്പോർട്ട് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 61.8% ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവലും കൂടിയാണിത്. നെക്സ്റ്റ് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവലാണ്. ഇനി മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,270, 25,300
ഈ ലെവലിന് മുകളിൽ മറികടന്ന് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ബുള്ളുകൾക്ക് ആവേശം കിട്ടും. ഈ ഒരു മുന്നേറ്റത്തിനുള്ള ശക്തി പകരുന്നൊരു നീക്കമാണ്. വീണ്ടും ഈ ഒരു ബേഡ്സിൻ്റെ വിൽപ്പന സമൃദ്ധി അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി നൽകുന്ന ഒരു സൂചനയും കൂടെ ആയത് മാറി. 25,270, 25,300 എന്നുള്ള നിലവാരങ്ങൾക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ നിലവിലെ സെറ്റപ്പിൽ ഒരു ഷോർട്ട് ടേം വീക്ക്നെസ് ആണ് കാണാനാകുക. കോഷ്യസ് ആയിട്ട് തുടരണം. പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലോബലായിട്ടുള്ള ഫാക്ടേഴ്സാണ് മാർക്കറ്റിനെ ഇപ്പം സ്വാധീനിക്കുന്ന Q2 റിസൾട്ട്സിലുണ്ട്. പക്ഷേ നാളത്തെ രീതിയിൽ ഒരു ജാഗ്രത പാലിക്കുന്നതിനായിരിക്കും നന്നായിരിക്കുമെന്ന് കരുതുന്നത്. അപ്പോൾ ഞാൻ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല, മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസ് ഷെയർ ചെയ്യുന്നു മാത്രം. ഏവർക്കും നാളെ നല്ല ദിനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.